ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി ചെടിക്ക് നമ്മൾ തക്കാളി വളരെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിടുന്ന തക്കാളി ഉണ്ടാവുമ്പോൾ ആ തക്കാളിയിൽ വിണ്ട് കീറുന്ന ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തക്കാളി അതിൻ്റെ അടിവശം കറുത്തു പോകുന്ന ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ നല്ലൊരു പ്രതിവിധി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തക്കാളി വിണ്ട് കീറുന്നതും അതുപോലെ തന്നെ തക്കാളിയുടെ അടിവശം കറുത്തു പോകുന്നതും നിൽക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി കൃഷി നടത്തുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. പിന്നെ ഇതിന് മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തക്കാളി കൃഷി നടത്തുന്നവർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതേമാതിരി കമൻറ്റ് ചെയ്യാറുണ്ട്, തക്കാളി വിണ്ട് കീറുന്നതിന് എന്താണ് പരിഹാരം എന്ന്. കൂടുതലായിട്ട് ഇത് മഴക്കാലത്താണ് നമുക്ക് കൂടുതൽ കമൻറ്റുകൾ വന്നിരുന്നത്. ഇതുപോലെ വിണ്ട് കീറുന്നതും അതുപോലെ തന്നെ തക്കാളിയുടെ അടിവശം കറുത്തു പോകുന്നതും ഇല്ലാതിരിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാം. ഗ്രോ ബാഗിൽ നിന്ന് നമ്മൾ നനയ്ക്കുന്ന വെള്ളം നല്ല പോലെ പോയാൽ മാത്രമാണ് ഈ തക്കാളിക്ക് ഇത്തരം അസുഖങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നല്ല പോലെ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ തന്നെ ചകിരിച്ചോറ് ഒരു 40% ചകിരിച്ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെള്ളം ഗ്രോ ബാഗിൽ നിന്ന് പോവും. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ഈ ഗ്രോ ബാഗിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല പോട്ടി മിശ്രിതം നിറയ്ക്കുക. ഗ്രോ ബാഗും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗ്രോ ബാഗിൻ്റെ അടിവശത്ത് 4-5 ഹോളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹോളുകൾ ഒന്നല്ലെങ്കിൽ ഹോളുകൾ വലുതാക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഹോളുകൾ കൂടി നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും കത്തി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുന്ന സ്റ്റാപ്ലർ കൊണ്ടോ ഒക്കെ നമ്മൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഹോളുകൾ ഇട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മണ്ണിൽ വെക്കുമ്പോൾ ഈ ഹോളുകളൊക്കെ മണ്ണിനോട് ചേർന്ന് മണ്ണിലേക്ക് ഇരിക്കുന്ന വിധത്തിലായിരിക്കും ഇത്. അപ്പോൾ ഈ ഹോളുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അടയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും ഈ ഗ്രോ ബാഗിൽ വെള്ളം നിങ്ങൾക്ക് പോവാതെയും വെള്ളം ഇതിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ട് ഈ തക്കാളി ചെടി ചീഞ്ഞു പോകാനും അത് ചെടിയിലുണ്ടാകുന്ന തക്കാളികളൊക്കെ ഇതുപോലെ വിണ്ട് കീറി നിങ്ങൾക്ക് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നേരിട്ട് മണ്ണ് നിറയ്ക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കല്ലുകൾ, ഒരു ചെറിയ കല്ലുകൾ, ഒരുപാട് വലിയ കല്ലുകളല്ല. ഇനിയിപ്പോൾ നിങ്ങൾ മെറ്റലുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റൽ നിറച്ചാലും മതി. വളരെ ചെറിയ കല്ലുകൾ നോക്കിയിട്ട് നമുക്ക് നമുക്ക് അടിവശത്ത് പരന്ന് കിടക്കാനുള്ള വലുപ്പത്തിൽ മാത്രം നിങ്ങൾ ഇടാം. ഈ ഗ്രോ ബാഗിൽ വെള്ളം കെട്ടിക്കിടന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ വിണ്ട് കയറുന്നൊരു അസുഖത്തിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് സമാധാനമാണ് കേട്ടോ. കൂടുതലായിട്ട് ഈ മഴക്കാലത്താണ് ഈ വിണ്ട് കയറുന്ന അസുഖം കൂടുതലുണ്ടാവുക. പക്ഷേ വേനൽക്കാലത്തും ഇതുപോലെ തന്നെ ഈ ഗ്രോ ബാഗിൽ വെള്ളം പോവാത്ത പ്രശ്നം കാരണം നമുക്ക് തക്കാളി വിണ്ട് കയറി പോവാറുണ്ട്. അതുപോലെ തന്നെ തക്കാളിയുടെ അടിയിലൊക്കെ കറുത്ത നിറത്തിലുള്ള ഇത് വന്ന് തക്കാളി കേടുവരാറുമുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഡ്രൈനേജ് നമുക്കുണ്ടാവും. കാരണം ഇതിൻ്റെ അടിയിൽ നമ്മൾ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഒരു 3-4 ഹോളുകൾ കൂടെ തുളച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലേക്ക് വേണമെങ്കിൽ നമ്മൾ തക്കാളി ചെടി നടാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആട്ടുകാഷ്ടം ചാണകപ്പൊടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഗ്രോ ബാഗാണിത്. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക്, അതായത് തക്കാളി വളരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആവശ്യമുള്ള സാധനമാണ് ഈ നൈട്രജൻ. എന്നിരുന്നാൽ നമ്മൾ ചെടി വലുതായതിന് ശേഷം, ചെടി ഒരു പൂവിടാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇനി നമ്മൾ ഇതിൽ ചാണകപ്പൊടിയോ അതുപോലെ തന്നെ ആട്ടുകാഷ്ടമോ നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോൾ 2 ആഴ്ചയോളം വലുപ്പമായിട്ടുള്ളൊരു തക്കാളി ചെടിയാണ്. ഇതിൽ ഇപ്പോൾ പൂവിടാൻ തുടങ്ങാറായിട്ടുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഇതിലിനി നൈട്രജൻ്റെ അളവ് നമ്മൾ ഇട്ട് കൊടുക്കരുത്. കൂടുതലായിട്ട് നൈട്രജൻ്റെ അളവ് ചെന്നാലും ഈ തക്കാളി വിണ്ട് കയറാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ ഇനി ഒരിക്കലും ഇതിനകത്ത് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ മറ്റുള്ള നൈട്രജൻ്റെ അളവുള്ള വളങ്ങളോ ഇതിൽ ചേർത്ത് കൊടുക്കാതിരിക്കുക. പൂവിടാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചേർത്ത് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ. മുട്ടത്തോട് പൊടിച്ചത് നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വിണ്ട് കയറുന്ന അസുഖം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ തക്കാളിയുടെ അടിയിൽ കറുത്തു വരുന്ന അസുഖം, ഇതിനൊക്കെ നല്ല പരിഹാരമാണ് കേട്ടോ നമ്മൾ ഈ മുട്ടത്തോട് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു എപ്സം സാൾട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എപ്സം സാൾട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഒന്നല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. നിങ്ങൾ വെള്ളത്തിലാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ട് ഇനി ഈ പൂവിടുന്ന സമയത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കാതിരിക്കുകയാണ്.
ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടുംകാഷ്ടം അതുപോലെ തന്നെ മറ്റു വളങ്ങളൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക. കൂടുതലായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടത് എഗ്ഷെല്ല് പൊടിച്ചത്, അതുപോലെ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ബാക്കി വേസ്റ്റ് ഇല്ലേ, ചായയുടെ വേസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ഉപകാരം അതുപോലെ തന്നെ ഇതുപോലെ വിണ്ട് കയറുന്നതിന് പരിഹാരമായിരിക്കും. പിന്നെ തക്കാളിക്ക് നമ്മൾ ഈ പൂവിടാൻ തുടങ്ങുന്നതിന് മുന്നേ കൊടുക്കേണ്ട ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് ഫിഷ് അമിനോ ആസിഡാണ്. ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സാധനമാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. ഇതുപോലെ നിങ്ങൾക്ക് വിണ്ട് കീറുന്ന അസുഖങ്ങൾക്കൊക്കെ ഫിഷ് അമിനോ ആസിഡ് നല്ല സഹായിക്കും. അതുപോലെ തന്നെ പൂവിടാനൊക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെടികളുടെ കടക്കിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല മുഴുത്ത തക്കാളി ഉണ്ടാവാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തക്കാളി വിണ്ട് കീറാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നല്ല ഡ്രൈനേജ്, നല്ല പോലെ ഗ്രോ ബാഗിൽ വെള്ളം പോകുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കേണ്ടത്. പിന്നെ നമ്മൾ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ട് നിങ്ങൾ ഈ പൂവിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക. നല്ല വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക, കാൽസ്യം കൂടുതലായിട്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് ഈ സമയത്ത് നല്ലപോലെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിണ്ട് കീറുന്ന അസുഖവും അതുപോലെ തന്നെ തക്കാളിയുടെ അടിയിലുണ്ടാകുന്ന കറുപ്പും പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തക്കാളി നല്ല രീതിയിൽ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല തക്കാളി, നല്ല പുഷ്ടിമയുള്ള തക്കാളി നിങ്ങൾക്ക് പൊട്ടിച്ചെടുക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇനി ഇത് ഏതെങ്കിലും അറിയാത്ത കൃഷി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.